ചെറുപ്പം മുതലേ ഒരു എഞ്ചിനീയർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ പഠനം അത്ര എളുപ്പമായിരുന്നില്ല. സബ്ജക്റ്റുകൾ കൂടുതൽ പ്രയാസമായി തോന്നി. പലപ്പോഴും പല സംശയങ്ങളും വരും. പക്ഷേ ഉത്തരം കണ്ടെത്താൻ ഞാൻ ബുദ്ധിമുട്ടി. ഇടയ്ക്ക് നിരാശനാവും, തനിയേയിരിക്കും. ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ നന്നായി അധ്വാനിക്കണമെന്ന് അച്ഛൻ എന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും എൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ്. നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണം, അച്ഛനെയും അമ്മയെയും നന്നായി നോക്കണം. ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ. അങ്ങനെ ഞാൻ +2 പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഞാൻ നടന്നു തുടങ്ങി. ഒരു നിമിഷം പോലും പാഴാക്കാതെ എൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. ഞാനൊരു എഞ്ചിനീയർ ആകണമെന്നാണ് എൻ്റെയും എൻ്റെ മാതാപിതാക്കളുടെയും ആഗ്രഹം. അങ്ങനെ ഞാൻ എൻട്രൻസ് എഴുതാൻ തീരുമാനിച്ചു. നന്നായി പഠിക്കാൻ തുടങ്ങി. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഉപയോഗിച്ചു. അങ്ങനെ 2024 ഞാൻ ആദ്യമായി JEE അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിരുന്നു കാര്യങ്ങൾ. JEE മെയിനിൽ 81% മാത്രമേ എനിക്ക് നേടാൻ സാധിച്ചുള്ളൂ. ഞാൻ ആകെ നിരാശനായി. എൻ്റെ സ്വപ്നങ്ങളൊക്കെ മങ്ങിയതുപോലെ തോന്നി. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെ സമാധാനിപ്പിച്ചു. എന്നെ സഹായിക്കാൻ നല്ല അധ്യാപകരുടെ ആവശ്യമുണ്ടെന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും മികച്ച എൻട്രൻസ് കോച്ചിങ് സ്ഥാപനം തന്നെ അവർ എനിക്ക് തന്നു, ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ. അങ്ങനെ ഞാനൊരു ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റായി മാറി. ചെറുപ്പം മുതലേ ഒരു എഞ്ചിനീയർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ 2024 +2 പഠിക്കുന്ന സമയത്ത് സ്വന്തമായി പ്രിപ്പയർ ചെയ്ത് JEE എഴുതിയെങ്കിലും എനിക്ക് 81% മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് നല്ലൊരു കോച്ചിങ് സെൻറ്ററിൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന്. അതിനാണ് ഞാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലേക്ക് വന്നത്. എനിക്ക് ബ്രില്യൻറ്റ് പുതിയ അനുഭവമായിരുന്നു. എങ്ങനെയാണ് എഫക്റ്റീവായി പഠിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ എല്ലാ സംശയങ്ങൾക്കും പ്രൊഫസേഴ്സ് കൃത്യമായി ഉത്തരം തന്നു. അതെനിക്ക് വലിയ ഉപകാരമായിരുന്നു. ഏത് സമയത്തും എനിക്ക് അവരെ ബന്ധപ്പെടാമായിരുന്നു. എത്ര വൈകിയാലും സംശയങ്ങൾക്കുള്ള ഉത്തരം ലേണിംഗ് ആപ്പിലുള്ളത് വളരെ പ്രയോജനമായി. അങ്ങനെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ എത്തിയപ്പോൾ വളരെ മികച്ച പ്രൊഫസർമാരാണ് എന്നെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് ബിനോയ് സാറും ബിനിൽ സാറും അവർ അക്കാഡമിക്സിന് പുറമെ മോട്ടിവേഷൻ തന്ന് എന്നെ വളരെയധികം സഹായിച്ചു. പിന്നെ ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസ് വളരെ നല്ലതാണ്. പിന്നെ എൻ്റെ ഹോസ്റ്റൽ നെല്ലിപ്പുഴയാണ്. അവിടുത്തെ എൻ്റെ ക്ലാസ് ടീച്ചർ ദീപക് സാർ, അതുപോലെ തന്നെ വാർഡന്മാർ പ്രവീൺ സാർ, ജിതിൻ സാർ, അനീസ് സാർ, ഇവരെല്ലാം എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. വീക്ക്ലി എക്സാംസും 60 മിനിറ്റിൽ റിസൾട്ട് വരികയും അതിലെ ശരിയും തെറ്റും അനലൈസ് ചെയ്യുന്ന രീതിയും എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. അതുകൊണ്ട് തന്നെ എൻ്റെ മിസ്റ്റേക്സ് കുറഞ്ഞു വന്നു. അങ്ങനെ പതിയെ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. എൻ്റെ കൂടെ പഠിക്കുന്ന ഓരോ കൂട്ടുകാരും എനിക്ക് പ്രചോദനമായി. ഞങ്ങൾ പരസ്പരം മോട്ടിവേറ്റ് ചെയ്തു. ഗ്രൂപ്പ് സ്റ്റഡിയും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. 2024 ഞാൻ ആദ്യമായി സ്വന്തമായി പഠിച്ച് JEE എഴുതിയത്. അപ്പോൾ എനിക്ക് കിട്ടിയത് 81% ആയിരുന്നു. അതിനുശേഷം ഒരു വർഷത്തെ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങിന് ശേഷം ഞാൻ 2025 സെഷൻ 1 എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയത് 97% ആയിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു ഐ ക്യാൻ ഡു മോർ. അങ്ങനെ ഞാൻ 2025 സെഷൻ 2 എഴുതിയപ്പോൾ എനിക്ക് 99.3% നേടാൻ സാധിച്ചു. ആൻഡ് ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ്. ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ എന്നെ എൻ്റെ ബെസ്റ്റ് വേർഷനാക്കി. പഠിക്കാനുള്ള എൻ്റെ ആഗ്രഹത്തെ ബ്രില്യൻറ്റ് നിറവേറ്റി. എൻ്റെ പേരൻസ് ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. അതുപോലെ ഞാനും. ഇനി JEE അഡ്വാൻസ്ഡ് എഴുതാനുള്ള പ്രിപ്പറേഷനാണ്. കൂടുതൽ ശ്രദ്ധയോടെയും ആത്മവിശ്വാസത്തോടെയും ഇനി ഞാൻ അഡ്വാൻസ്ഡ് എഴുതും. അതെനിക്ക് ബ്രില്യൻറ്റ് തന്ന വിശ്വാസമാണ്. പ്രൗഡ് ടു ബി എ ബ്രില്യൻറ്റ്. ഹായ്, ഞാൻ നവജ്യോത്. ഞാൻ കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് ഷനോജ്. എൻ്റെ അച്ഛൻ ഒരു ഡോക്യുമെൻ്റ് റൈറ്ററാണ്. എൻ്റെ അമ്മയുടെ പേര് ജീപ, ഹൗസ് വൈഫാണ്.